കൊടുത്തിട്ട് ഒരു കാര്യമില്ല ചോ, ഒരു കാര്യമില്ല. ഒരു കാര്യം അമ്മേ. വാവേ, सरी सरी रे रे सरी गरी गा गा सरी सरी रे रे सरी गरी गा 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 पा धा सरी सा धा पा गा पा गरी सा गा पा धा सरी सा धा पा गा पा गरी सा सरी गरी सरी गरी അമ്മേ, ചായ ചായ. ഞാനിത് ഇന്ന് ഇത്രയും മതി, കുട്ടികൾ പോയിക്കോളൂ. ഹൈ, എവിടേക്ക് പരിങ്ങി പരിങ്ങി പോവണേ? കുടിച്ചേന്റെ കെട്ടി ഇതുവരെ തീർന്നിട്ടല്ലേ? ഇനിയിപ്പൊ ചായയോ സംഭാരം എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ കേട്ടോ. തിരുമേനിയുടെ സൽപുത്രനെ വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ലാന്ന് വേണ്ട. നീ കാലത്തെ വെറുതെ കടുവാക്കുട്ടി കൈയിട്ട് ഞോണ്ടി കളിക്കല്ലേ. എനിക്കതല്ല അറിയേണ്ടത്. ഇന്നലെ രാത്രി എന്നോട് ചോദിക്കാതെ എന്റെ ബോഡി എടുത്ത് അകത്ത് കിടത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? മുറ്റത്ത് മഞ്ഞ് കൊണ്ട് കിടക്കണ്ടല്ലോ എന്ന് കരുതിയെടുത്ത് അകത്ത് കിടത്തിയത് ഇപ്പൊ തെറ്റായോ? എന്റെ ബോഡി എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കിടത്തും. ചിലപ്പോ മഞ്ഞത്ത് കിടത്തും, ചിലപ്പോ വെയിലത്ത് കിടത്തും, ചിലപ്പോ മഴയത്ത് കിടത്തും. മഞ്ഞത്തും മഴയത്തും വെയിലത്തും കിടക്കുന്ന സാധനം ഒക്കെ നിങ്ങളുടെ അകത്ത് കിടത്തുക. എന്നാ റോഡ് എന്നാക്കണേ, റോഡിനെ കിടപ്പുണ്ട്, അതിനടുത്തൊരു റൂമിനകത്ത് കിടത്ത്. നമ്പൂരിസായ കുറച്ചൊക്കെ മര്യാദ. ഓ, ഒരു മര്യാദക്കാരൻ. ഇന്നലെ വെളിവില്ലാണ്ട് എന്തൊക്കെ അസംബന്ധങ്ങളാ വിളിച്ച് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അച്ഛൻ തിരുമേനിക്ക് വലിയ സങ്കടായി. ഓ, സ്വന്തം മകനോട് പോലും സ്നേഹമില്ലാത്ത തിരുമേനിക്ക് സങ്കടമൊക്കെ വരുവാ. ഇന്നലെ വെളിവില്ലാത്തതുകൊണ്ട് ആ സങ്കടം ഒന്ന് കാണാൻ പറ്റില്ല. ഇന്ന് നല്ല വെളിവോടെ ഒരു 4 ചീത്ത പറഞ്ഞിട്ട് ആ സങ്കടം ഒന്ന് വെളിവോടെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാം. എവിടെ തിരുമേനിസ്? എന്നെ തേടി വന്നത് മറ്റാരുമല്ല ശിവൻകുട്ടി, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ സ്വന്തം മകനാ. അയാള് വന്ന വിവരം പോലും ധരിപ്പിക്കാതെ താൻ അയാളെ പറഞ്ഞു വിടാൻ നോക്കിയത് എന്തിനാ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. മകനെ കുറിച്ച് ഇതുവരെ അന്വേഷിച്ചതായിട്ടും എനിക്കറിവില്ല. അങ്ങനെ ഒരു ബന്ധമായതുകൊണ്ട് കണ്ടാൽ അങ്ങേക്ക് മനപ്രയാസം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ. കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ, കണ്ടു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടു വരണമെന്നും കൂടെ നിർത്തണമെന്നും ഒക്കെ തോന്നും. അയാളുടെ അമ്മയെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പിടിച്ചു വാങ്ങൽ. അതുകൊണ്ട് എല്ലാം സംഗീതത്തിൽ അർപ്പിച്ച് എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. എന്റെ മകൻ എന്നെങ്കിലും എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണോ ഞാൻ കാത്തിരുന്നത്. കണ്ടില്ലേ, ഇപ്പോ എന്റെ പ്രാണൻ കോരിയെടുത്ത് എന്നെ വീണ്ടും ജീവിപ്പിച്ചതും എന്റെ മകൻ തന്നെയാ. എന്റെ മകനെ എന്റെ അടുത്തേക്ക് അയച്ചത് ഈശ്വരനാടോ, സാക്ഷാൽ ഈശ്വരൻ. ആകാശം മുട്ട വളർന്നപ്പോഴെങ്കിലും തനിക്ക് അച്ഛനെ കാണാൻ തോന്നിയില്ലോ. സന്തോഷായി. എന്താ
തിരുമേനിയെ നേരിട്ടണ്ട് ചീത്ത പറയണെന്ന് പറഞ്ഞിട്ട് പറയണില്ലേ? അയാൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്തു പറഞ്ഞാലും കേൾക്കാൻ ഈ അച്ഛൻ ബാധ്യസ്ഥനാണ്. അത്ര വലിയ ദ്രോഹ തന്റെ ജീവിതത്തോട് ഈ അച്ഛൻ ചെയ്തത്. പറഞ്ഞോളൂ, തന്റെ അമർഷം തീരും വരെ ഈ അച്ഛനെ ഒന്ന് ശകാരിക്കണോ? ഈശ്വരൻ, നീ ഒരാളെ കണ്ടെന്ന് നീ അവിടെ അങ്ങ് പോകേണ്ട കാര്യം. ഇവിടെ കുട്ടികളൊന്നുമില്ല, ഇത് അംഗൻവാടിയൊന്നുമല്ല, മനസ്സിലായില്ലേ? എന്റെ വാവച്ചി ഈശ്വര, ഇതാണ് വാവച്ചി. ഇത് വാമന്നല്ലേ? 5 മിനിറ്റുള്ള ഒരു കീർത്തനം പാടിക്കൊണ്ടും വരാന്നും പറഞ്ഞു പോയ ആളാണ്. എന്നിട്ട് ഇവിടെ അച്ഛനും മോനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണല്ലേ. എന്നാ പിന്നെ കമലഹാസന്റെ സിനിമനെ പോലെ ഒരു കിസും കൂടി കൊടുത്തുണ്ടായിരുന്ന. ബില്ല് കൊടുക്കാൻ കാശില്ലാത്തിന്റെ പേരിൽ ആ ബാറുകാരനെ തല്ലി കൊല്ലാറാക്കി. നേരം വെളുക്കുന്നത് വരെ ഉള്ള കണ്ട വേസ്റ്റ് പാത്രം മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിച്ച് 2 പ്രാവശ്യം ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ 2 കണ്ണിലെ ഒരു അച്ചാർ തേച്ച് 1200 രൂപ ബില്ലിന് 2500 രൂപ പണി എന്നെ കൊണ്ട് അവരിപ്പിച്ച് 2 കണ്ണും അച്ചാറിടുകയും ചെയ്ത്. സമാധാനമായില്ലോ? ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ ഇന്നലെ അടിച്ച് ഭൂമി ദേവി ആയിപ്പോയി. അവസാനം ഈ ഭൂമിയിൽ നിന്ന് ആരാണ് എന്നെ പിടിച്ച് അകത്ത് കിടത്തി. എടാ, നമ്മള് വിചാരിക്കണ ആളല്ല അച്ഛൻ. കർത്താവ് ആള് മാറിപ്പോയാ അപ്പൊ ഇവിടുന്ന് കിട്ടുമല്ലേ പണി? അതല്ലടാ, പിന്നെ അച്ഛനൊരു പാവണെന്ന്. അപ്പൊ അച്ഛനും മോനും ഒന്നായല്ലേ? ആരാ? എന്റെ കൂടെ നാട്ടിൽ നിന്ന് വന്നതാ. ഇന്നലെ രാത്രി ഒറ്റക്കാക്കിയിട്ട് പോകുന്നതിന്റെ സങ്കടം പറയായിരുന്നു. എന്താ പേര്? മഹാദേവൻ നമ്പൂതിരി. മത്തായി ആണെന്ന്. അത് മതിയാ. പക്ഷെ മാറാമ്പൽ എന്ന് പറഞ്ഞാലേ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയുള്ളൂ. മാറാമ്പലോ? മാറാലല്ലേ, ചുക്കിലി. ഈ കുരിശും വീട്ടിലെ ചെറുപ്പത്തിലെ വന്നാണ് തട്ടിന്റെ മുകളിൽ മാറാമ്പൽ അടിക്കാനായിട്ട്. പിന്നെ വാവച്ചിന്റെ കൂടെ ഒരു മാറാമ്പലായിട്ട് ഇങ്ങനെ കൂടി. തീർച്ചയായിട്ടും മതിയച്ചാ, കഴിക്കടോ. നമ്മളിവിടത്തെ ഇഡ്ലി സാമ്പാറൊന്നും പിടിക്കുന്നുണ്ടാവില്ല. അവിടത്തെ ശീലങ്ങളൊക്കെ വേറെയല്ലേ? ഏയ്, ക്രിസ്ത്യാനിയിലാണെങ്കിലും മത്സ്യമാംസാദികൾ കുരിശു വീട്ടി പതിവല്ലെന്നേ. വക്കീലമ്മ വാവച്ചിനെ അങ്ങനെയാണ് വളർത്തിയാക്കണതേ. കുഞ്ഞുനാൾ മുതല് ബൈബിളിനോടൊപ്പം തന്നെ വേദങ്ങളും പുരാണങ്ങളും രാമായണവും ഒക്കെ പഠിക്കാൻ പറ്റിയിരുന്നേ. നമ്മുടെ പൂള്ളിവനല്ലേ. അമ്മയുടെ നിർബന്ധം കൊണ്ട് പോയതാണ്. അങ്ങനെ എല്ലാം പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതുപോലെ നമ്മുടെ തലയിലോട്ട് കയറുക. അപ്പൊ സന്ധ്യ കഴിഞ്ഞുള്ള ഈ സുരപാനവും നാവിൻ തുമ്പിലെ വികട സരസ്വതിയൊക്കെ പഠിച്ചത് ഏത് ഗുരുമുഖത്ത് നിന്നാ? അത് ചെത്തുകാരൻ വാസുവിന്റെ മുഖത്തുനിന്ന് പഠിച്ചതാണ്. ചെത്തുകാരൻ വാസുവിനെ നമുക്ക് ഈ കൊച്ചിന് കല്യാണം ആലോചിച്ചാല നിങ്ങൾ തമ്മിൽ നല്ലോണം ചേരും. നല്ല ഗുണമേറ. എന്താ കുട്ടി, ഒന്ന് നോക്കണോ? നാവെടുത്ത വഷളത്തരെ പറയൂ. ഇങ്ങനൊരു സാധനം തിരുമേനിയുടെ മകനായിട്ട് എങ്ങനെ ജനിച്ചു എന്നാ മനസ്സിലാവാത്ത. പുതിയ വഷളത്തര എന്തെങ്കിലും വിളമ്പിണ്ടാവും. അത് കേട്ട് ചിരിക്കാൻ ഒരു തിരുമേനി. എന്താ മോളെ? എനിക്ക് സംശയമുണ്ട് പണിക്കരമ്മാവ, അയാൾ തിരുമേനിയുടെ മകൻ തന്നെ ആണോന്ന്. കള്ളത്തരം പറഞ്ഞ പറ്റിക്കാൻ വന്നാവും. കേട്ടെ ഇപ്പൊ എനിക്കെന്താ? അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു തിരുമേനിക്ക് ഇങ്ങനൊരു അസുരവിത്തുണ്ടാവോ? സംഗീതം എന്ന് പറയണ സാധനം ആ മഹാന്റെ 7 അയൽവക്കത്ത് കൂടെ പോയിട്ടില്ല. തമ്പുരിപ്പോഴും ഗിറ്റാറാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, കുട്ടി അയാളോട് ധിക്കരിച്ചൊന്നും പറയാൻ പോകണ്ട. തിരുമേനിക്കത് വിഷമാവും. പണിക്കരമ്മാവ് നോക്കിക്കോ, വന്നിരിക്കുന്ന വാവേണ്ടല്ലോ, കുഞ്ഞു വാവ. ആ കുഞ്ഞു വാവ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷിച്ചോണ്ട് കടന്നു കളയും, ഉറപ്പാ. ഞാൻ പറയുമ്പോ കുശുമ്പാണെന്നേ പറയൂ. അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു കളലക്ഷണ. ആഭരണപ്പെട്ടിയുടെ താക്കോൽ എടുത്തു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവറ്റോള് കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ എടുത്തോണ്ട് പോവും. അപ്പോഴേ തിരുമേനി പഠിക്കൂ. ഇനിയിപ്പോ എന്താ ഒട്ടാകുമ്പോന്ന് അറിയില്ല. പണിക്കരമ്മാവൻ ഇപ്പോഴേ ഭയന്നു. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഉള്ള കാര്യം തുറന്നു പറയാവല്ല. മോഷണം മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇവനെ മനസ്സിലായ? പെൺവാണിഭ സംഘത്തിന്റെ മണ്ഡലം പ്രസിഡന്റ്, സെക്സ് റോക്കറ്റ് ഓഫ് മട്ടാഞ്ചേരി മണ്ഡലം. ഇന്ന് രാത്രി നിന്നെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോലെ ഞങ്ങളുടെ പ്ലാൻ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു. ഈശ്വര, മൊന്ത മോഷ്ടിക്കേ. ഒരു പെയിന്റ് അടിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രാരാബ്ദം ചെയ്യണമെന്ന് അറിയാമോ?
നീ ഇത് ഇത്ര നേരം ഇവിടെ പോയി കിടക്കി. അച്ഛൻ തിരുമ്പനി കാണാതെ കൊണ്ടുവരണ്ടേ? കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാൻ നമ്മുടെ സാധനം ഉണ്ടാ.